ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ജൂലൈ 1 ചേർന്ന PSC കമ്മീഷൻ യോഗത്തിൽ 37ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനായിട്ട് യോഗ തീരുമാനമായിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ജൂലൈ 15 ശേഷമേ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പം PSC ആയിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകൾ, ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഫിംഗർ പ്രിന്റ്സ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2020 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 30,700 മുതൽ 65,400 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് പെർഫെക്റ്റ് ആയിട്ട് വേണം. അതായത് അതിൻ്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ 6/6 അതുപോലെ തന്നെ നിയർ വിഷൻ 0.5 സ്നെല്ലനും നിർബന്ധമായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐക്ക് വേണം. അപ്പോൾ വിഷ്വൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും 13 അഡ്വൈസ് ആണ് ടോട്ടൽ ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 1/8/2022 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അപ്പോൾ 2025 വരെ കാലാവധിയുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ്, പഴയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം 1.5 വർഷം ആയതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 55.33 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത്. അതുപോലെ മാക്സിമം മാർക്ക് ഫസ്റ്റ് റാങ്കിൽ വെച്ച ഉദ്യോഗാർത്ഥിക്ക് അന്ന് 62.33 മാർക്ക് ലഭിച്ചു. ഇത് ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റ് അല്ലെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ മെയിൻ ലിസ്റ്റിൽ 35 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇപ്പോൾ 1.5 വർഷം ആവുന്നേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. 13 അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ അഡ്വൈസ് പോകാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെത്. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ 2016 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 22,200 മുതൽ 48,000 വരെയാണ് ഈ തസ്തികയുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം അതിൽ അന്ന് പറഞ്ഞിരുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ SSLC, അതിൻ്റെ കൂടെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിലുള്ള ITS സർട്ടിഫിക്കറ്റും ആയിരുന്നു അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസീയർ ഗ്രേഡ് 2 ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡിപ്ലോമ ഓർ ഡിഗ്രിക്കാരെ പരിഗണിക്കുന്ന കാര്യമൊക്കെ ഇപ്പം കോർട്ടിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഈ തസ്തികയ്ക്ക് 8 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2019 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. 53.67 മാർക്കായിരുന്നു അന്ന് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. അതുപോലെ 69 മാർക്കായിരുന്നു ഏറ്റവും ടോപ്പ് മാർക്കായിട്ടും വന്നിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ആ റാങ്ക് ലിസ്റ്റിൽ 50 പേരായിരുന്നു ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും ഒന്നെങ്കിൽ ആ പഴയ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എത്ര പോയിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള വേക്കൻസിയുടെ ആനുപാതികമായിട്ടായിരിക്കാം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. ഇതും സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. 430/2014 പ്രകാരമായിരുന്നു ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കായിരുന്നു ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സ്കെയിൽ ഓഫ് പേ അല്ല ഇപ്പോൾ ലഭിക്കുന്നത്. അത് റിവേഴ്സ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട വീഡിയോ നമുക്ക് ചെയ്യാം. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സിവിൽ കൺസ്ട്രക്ഷൻ ഉള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അതുപോലെ തന്നെ സിവിൽ കൺസ്ട്രക്ഷനിലുള്ള 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 2020 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ഇപ്പം ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. 28.33 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 പേരെ മാത്രമായിരുന്നു ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ അന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ 2 അഡ്വൈസ്, അതായത് 3 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 2 അഡ്വൈസും പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ 37 മാർക്കായിരുന്നു അന്ന് മാക്സിമം മാർക്കായിട്ട് വന്നിരുന്നത്. അത് ടെസ്റ്റിന് ലഭിച്ച മാർക്കാണ്. ഇൻ്റർവ്യൂടെ ഉള്ളൊരു തസ്തികയാണ് സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് 2 എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കും. അപ്പം വേക്കൻസിയുടെ ഡീറ്റെയിൽസിനോട് അനുബന്ധിച്ചായിരിക്കാം പുതിയ റാങ്ക് ലിസ്റ്റിന് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് തന്നെയുള്ള ഒരു തസ്തികയാണ്. ഇലക്ട്രീഷ്യൻ ആണ് തസ്തികയുടെ പേര് വരുന്നത്. നമുക്കറിയാം ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് ഇപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല സുവർണാവസരമാണ് ഇനി ഇങ്ങോട്ട് വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 2019 ഈ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് വിളിച്ചിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 19,000 രൂപ മുതൽ 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്നത്. നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അതിന് ഞാൻ കൃത്യ ഒരു കാര്യം പറയട്ടെ. 2019 വന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 2022 ഒരു NCA റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് PSC കൊടുത്തിരുന്നത്. നമുക്കറിയാം ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞായിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻ. അതായത് IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവർക്കായിരുന്നു അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാര്യം നോക്കാം. പക്ഷേ NCA റിക്രൂട്ട്മെന്റിൽ ഈ സെയിം ക്വാളിഫിക്കേഷൻ ആണ് 2022 പബ്ലിഷ് ചെയ്ത NCA റിക്രൂട്ട്മെന്റിൽ ഈ സെയിം ക്വാളിഫിക്കേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതല്ലെങ്കിൽ ഈ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാരുടെ ആബ്സെൻസിൽ മാത്രമേ ITA അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് എബോവ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവാർഡഡ് ബൈ ITA after having completed 80 months of course in the trade of electrician and successful completion of apprenticeship എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ITA-കാരാണെങ്കിൽ 2 years എക്സ്പീരിയൻസ് ഫിലിം സ്റ്റുഡിയോയിലുള്ള ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫിലിം സ്റ്റുഡിയോയിലുള്ള എക്സ്പീരിയൻസും 2 വർഷം എക്സ്പീരിയൻസും ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ രീതിയിലാണോ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, കേരള പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം IT ആയിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തസ്തികകൾ നമുക്ക് നോക്കാം. അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബയോ കെമിസ്റ്റ് ആണ് അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെ കേരാഫെഡിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. പിന്നെ അത് കേരാഫെഡിൽ തന്നെയുള്ള അനലിസ്റ്റ് തസ്തികയിലേക്കും പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ചാനൽ ചെയ്യുന്നതാണ്. അപ്പം ഈ എക്സാമുകൾക്ക് വേണ്ടി ഇതിലേതെങ്കിലും എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എത്രയും വേഗം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ PSC മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏണസ് അക്കാദമിയിൽ ഇനി വരാൻ പോകുന്ന ടെക്നിക്കൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ നയിക്കുന്ന ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ, എക്സാം വരെ ഗൈഡൻസ് ആയിട്ട് മെന്റർഷിപ്പ് സപ്പോർട്ട്, നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെന്റ് ടെസ്റ്റുകൾ, മുൻവർഷ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള മോഡൽ ടെസ്റ്റുകൾ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കോഴ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.